നമ്മളപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് എയുടെയും ബി എന്ന് പറയുന്ന രണ്ട് അൺനോൺ കോൺസ്റ്റൻ്റ് വാല്യൂ കണ്ടുവച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയത് -1/2 Q0 1 + b/√b² - k² ആണ് എ കിട്ടിയ വാല്യൂ. അതുപോലെ -1/2 Q0 × 1 - b/√b² - k². ഇതായിരുന്നു ബിയുടെ വാല്യൂ കിട്ടിയത്. ഇനി അതിനകത്ത് നിന്ന് ഫൈനൽ ഇക്വേഷൻ ഫോർ ചാർജ്. ഇത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു LCR സർക്യൂട്ടിനകത്ത് ചാർജിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയായിരിക്കും ചാർജ്. അപ്പോൾ മാക്സിമം അതിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന Q0 × A ആയിരുന്നു. എ എന്ന് പറയുന്ന -1/2 Q0 e⁻⁻ BT × 1 + b/√b² - k². അത് വന്ന് ഈ ഇതിനകത്താണ് × e⁻√b² - k² × t പ്ലസ് അടുത്തത് 1 - b/√b² - k² × e⁻√b² - k² × t. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. Q is equal to Q0 minus half Q0 e⁻⁻ BT, പിന്നെ 1 പ്ലസ് രണ്ടാമത്തെ ടേമിനകത്ത് 1 മൈനസ്, പിന്നെ e⁻ പ്ലസ് ഇവിടെ e⁻⁻. അങ്ങനെ ഒരു ടേം കിട്ടി. ഇത് നമുക്കിനി ഇതിനകത്ത് 3 കണ്ടീഷൻസ് കൊടുക്കണം ചാർജിങ്ങിനകത്ത്. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? ഫസ്റ്റ് നമ്മളൊരു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ? 2b is equal to R/L k² is equal to 1/LC അല്ലേ? അപ്പോൾ ഈ എല്ലിൻ്റെയും സിയുടെ ഇൻഡക്ടർ വയ്ക്കുന്ന കണക്ട് ചെയ്യുന്ന ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും റെസിസ്റ്ററിൻ്റെയും വാല്യൂവിനകത്ത് നമുക്ക് ബിയും കെയും കിട്ടും. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഇൻഡക്ടറും റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇഫ് കേസ് 1 പറയാണ് ഇഫ് b² is greater than k², b² is greater than k² ആണെങ്കിൽ ഈ ചാർജിങ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് b² is greater than k² വന്നാൽ ഇതുണ്ടാ √b² - k² എന്ന് പറയുന്നത് ഇമാജിനറി ആയിരിക്കുമോ റിയൽ ആയിരിക്കും? b² ആണ് ഗ്രേറ്റർ. അപ്പോൾ എന്തായാലും ഇത് റിയലാണ്, ഇത് റിയൽ ആയിരിക്കും. അത് റിയൽ ആയതുകൊണ്ട് തന്നെ Q0 എന്ന് പറയുന്നത് ഒരു ഈ എക്സ്പോണൻഷ്യലിൻ്റെ ടേം, ഇവിടെ വരുന്ന എക്സ്പോണൻഷ്യലിൽ വരുന്ന ടേം റിയൽ ടേമാണ് വരുന്നത്. അപ്പോൾ Q0 എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്താണ് കാണിക്കുന്നത്. അപ്പോൾ Q0 അല്ല, Q0 മാക്സിമം ചാർജാണ്. Q0 ഒരു എക്സ്പോണൻഷ്യൽ ടേം ആയിരിക്കും, നമുക്ക് ക്യൂബിലേക്ക് വരിക. എക്സ്പോണൻഷ്യൽ ഗ്രോത്താണ്, ഗ്രോത്ത് Q0 വെച്ച് പറയണ്ട. അപ്പോൾ ദ ചാർജിങ് വിൽ ബി ഇൻ എക്സ്പോണൻഷ്യൽ വേ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇതിനെ നമ്മൾ പറയുന്നത്, ഈ കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് ഓവർ ഡാംഡ്. എന്നുവെച്ചാൽ നോർമലി ഇതൊരു അസിംപ്റ്റോട്ടിക് കർവ് ആയിരിക്കും. ആ കർവ് ഞാൻ വരച്ച് കാണിച്ചു തരാവേ. എല്ലാം കൂടി ലാസ്റ്റ് വരയ്ക്കണം, വേണ്ട ഇതിലൂടെ വരയ്ക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ മാക്സിമം ചാർജ് Q0 ആണ്. ഇത് ഇങ്ങനെ ഒരു സ്ലോലി എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്ത് പോവുകയാണ്. പക്ഷേ അത് അടുത്തൊന്ന് ഇൻഫിനിറ്റ് ടൈം എടുത്താൽ അത് മാക്സിമത്തിലേക്ക് എത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഓവർ ഡാംഡ് കണ്ടീഷൻ. ചാർജിങ് വളരെ സ്ലോലി മാക്സിമത്തിലേക്ക് എത്തും. ഈ കണ്ടീഷനെ നമ്മളെന്താ പറഞ്ഞത്? b² - k² വരുന്ന കണ്ടീഷനാണ് കേസ് 1. ഇനി അടുത്തത് ഗ്രാഫ് കണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ. ഇനി കേസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് b² is equal to k² വരുന്നത്, b² ഉം k² ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ഈ ടേം 0 ആകും, ഈ ടേം 0 ആകും, ഇവിടെ 0 ആകും, ഇവിടെ 0 ആകും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ ഈ ഒരു ടേം അങ്ങ് പോകുവാണ്. ഇതിനകത്ത് നമുക്കൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് തന്നെയാണ് വരുന്നത്, പക്ഷേ ഗ്രോത്തിൻ്റെ ടൈം ഡിഫറെൻ്റ് ആണ്. ഇഫ് b² is equal to k² എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ നമ്മൾ പറയുന്നതാണ് ക്രിട്ടിക്കലി ഡാംഡ് എന്നാണ് പറയുന്നത്. ഈ കണ്ടീഷനിൽ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ Q0 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഇവിടെ ഒരു എക്സ്പോണൻഷ്യലാണ് വരുന്നത്, പക്ഷേ അതിന് ചെറിയ ടൈം കൊണ്ട് തന്നെ ഇത് മാക്സിമത്തിലേക്ക് എത്തും. ഒരു എക്സ് അൺനോൺ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് ക്രിട്ടിക്കലി ഡാംഡ്. അപ്പോൾ ഈ സെയിം ഗ്രാഫിൽ ഞാനത് കാണിക്കുവാണെങ്കിൽ പെട്ടെന്ന് എത്തും.
മാക്സിമത്തിലേക്ക്. ഇത് ഓവർ ഡാംഡ് ആണെന്ന് പറയും, ഇത് ക്രിട്ടിക്കലി ഡാംഡ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തേർഡ് കണ്ടീഷനാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിലും എല്ലാം ഇത് വർക്ക് ചെയ്യിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ 3 എന്ന് പറയുന്നത് തേർഡ് കണ്ടീഷൻ, if b² is less than k². b² is less than k² കഴിഞ്ഞാൽ എന്ത് വരും? b² minus k², റൂട്ട് ഓഫ് b² minus k² എന്ന് പറയുന്നത് ഇമാജിനറി ആണ്. ഇമാജിനറി ആണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ചാർജിങ് ബിഹേവിയർ എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം നമ്മുടെ റൂട്ട് ഓഫ് b² minus k² എന്ന് പറയുന്നത് ഇമാജിനറി ആണ്. ഞാൻ അതിനിപ്പം i⍵ വെച്ച് ഡിനോട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് i⍵ ആസ് റൂട്ട് ഓഫ് b² minus k². ദെൻ വാട്ട് ഇസ് ഒമേഗ? ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് k² minus b² അല്ലേ? കാരണം എന്താ? i ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയുന്നതാണ് 1. അതുകൊണ്ട് ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് k² minus b². അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? q ഈസ് ഈക്വൽ ടു q0 മൈനസ് ഒന്നാമത്തെ ടേം ഹാഫ് ഇൻറ്റു q0 e⁻bt. പിന്നെ ഈ ഒരു ടേമിനകത്ത് എന്ത് വരും? 1 പ്ലസ് b/i⍵ t e⁻ i⍵t. 1 മൈനസ് b/i⍵ e⁻i⍵t അങ്ങനെ വരും. അപ്പോൾ അത് ഞാൻ മാറ്റി എഴുതുക. ഇവിടെ മാറ്റി എഴുതുന്നത് വരുന്നത് 1 പ്ലസ് b/i⍵ ഇൻറ്റു e⁻i⍵t പ്ലസ് ഇവിടെ എന്ത് വരും? പിന്നെ നെക്സ്റ്റ് 1 മൈനസ് b/i⍵ ഇൻറ്റു e⁻ ഇത്രയും വന്നില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. q0 മൈനസ് ഹാഫ് q0 e⁻bt. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും ഫസ്റ്റ് ടേം e⁻i⍵t പ്ലസ് b/i⍵ e⁻i⍵t പ്ലസ് രണ്ടാമത്തെ ടേം e⁻i⍵t മൈനസ് b/i⍵ e⁻i⍵t. ഇത്രയും വന്ന് ഇതിന് q0 മൈനസ് ഹാഫ് q0 e⁻bt. ഈ i⍵t ഇതിനൊക്കെ നമുക്ക് ഒരുമിച്ചെടുക്കാം. അപ്പോൾ അതിനെ മാറ്റി ഞാൻ എഴുതാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എഴുതാം? അത് മാറ്റി എഴുതുമ്പോൾ നമുക്ക് e⁻i⍵t മൈനസിനെ കൊണ്ട് e⁻i⍵t പ്ലസ് e⁻i⍵t പിന്നെ b/ω ഇവിടെ പിന്നെ വരുന്നത് i⍵t പിന്നെ മൈനസ് ആണോ പ്ലസ് ആണോ? അവിടെ മൈനസ് e⁻i⍵t. ഇനി 2 ടേം വന്നിട്ടുണ്ട് അല്ലേ? ഈ 2 ടേമിനെ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, ഈ ഹാഫിനകത്തേക്ക് കൊണ്ടുപോകാം. ഹാഫിനകത്തേക്ക് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? q0 മൈനസ് b/t e⁻i⍵t പ്ലസ് e⁻i⍵t/2 പ്ലസ് b/ω e⁻i⍵t ഇവിടെ ഒരു i⍵t മൈനസ് e⁻i⍵t ബൈ ഇവിടെ ഒരു ഐ ഉണ്ടായിരുന്നു നമുക്ക് ഇത് ഈ ഐ ഞാൻ എഴുതിയിട്ടില്ല, ഈ ഐ ഇവിടെ ഉണ്ട് കേട്ടോ, ഈ ഐ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ i⍵ ആയിട്ടാണ് 2i ഇങ്ങനെ വന്നു. ഇനി ഇതെന്താ ടേം? e⁻i⍵t പ്ലസ് e⁻i⍵t/2 is equal to cos ω t. e⁻i⍵t മൈനസ് e⁻i⍵t/2i വരുമ്പോൾ sin ω t. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? q0 മൈനസ് q0 e⁻bt cos ω t, ഇത് മൊത്തത്തിൽ cos ω t ആയി പ്ലസ് b/ω sin ω t. ഇനി ഇതിനകത്ത് ഒമേഗയെ ഞാനിപ്പോൾ പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം q0
മൈനസ് ഇവിടെ Q0 അടക്കട്ടെ, Q0 മൈനസ് Q0 അടക്കട്ടെ. എന്നിട്ട് ഈ റേസ് ടു മൈനസ് ബി ടീനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. എങ്ങനെ കൊണ്ടുപോകാം? അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ റേസ് ടു മൈനസ് ബി ടി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി ഹോൾ ഡിവൈഡഡ് ബൈ ഒരു ഒമേഗ ഉണ്ട് ഇല്ലേ? ഇനി ഇതിനകത്ത് നിന്ന് Q0യെ മാത്രം പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബി ടി ബൈ ഒമേഗ ഇൻറ്റു ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഇനി ഇതിൽ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. ഒമേഗ ഈക്വൽ ടു ഒരു പുതിയൊരു ടേം കെ സൈൻ ആൽഫ ആൻഡ് ബി ഈസ് ഈക്വൽ ടു കെ കോസ് ആൽഫ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാകും? Q0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബി ടി. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഒമേഗ ഇൻറ്റു കെ സൈൻ ആൽഫ കോസ് ഒമേഗ ടി പ്ലസ് കെ കോസ് ആൽഫ സൈൻ ഒമേഗ ടി. ഇത് ക്ലിയർ ആണോ? സ്റ്റെപ്സ് ക്ലിയർ ആണോ? നമ്മളിവിടെ ഈ ഒമേഗയ്ക്കും ഈ ബിക്കും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ ഈ ടേംസ് അതുപോലെ വന്ന് ഒമേഗയ്ക്ക് പകരം കെ സൈൻ ആൽഫയും വന്ന് ബിക്ക് പകരം കെ കോസ് ആൽഫയും വന്ന്. അപ്പോൾ നോക്കിക്കേ, സൈൻ എ കോസ് ബി കോസ് എ സൈൻ ബി. അതെന്താ ശരിക്കും? സൈൻ എ പ്ലസ് ബി ആണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇപ്പോൾ എങ്ങനെയാകും? ഇക്വേഷൻ ഇപ്പം നമുക്ക് മാറാൻ പോകുന്നത് Q ഈക്വൽ ടു Q0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബി ടി ബൈ ഒമേഗ ഇൻറ്റു ആ കെ നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് പുറത്തെടുത്തേക്കാം അല്ലേ? അവിടെ ഒരു കെ ഉണ്ടായിരുന്നില്ലേ? രണ്ടിലൊരു ഇവിടെ നമുക്കൊരു കെ ഉണ്ടായിരുന്നു, ഈ കെ ഉണ്ടായിരുന്നു, 2 കെ. ഇവിടെയുള്ളൊരു കെയും ഇവിടെയുള്ളൊരു കെയും. ആ കെ പുറത്തെടുക്കാം. കെ ഇൻറ്റു നമുക്കിപ്പോൾ എന്താ വന്നത്? സൈൻ ആൽഫ കോസ് ഒമേഗ ടി പ്ലസ് കോസ് ആൽഫ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇപ്പം നമുക്ക് മാറിയിട്ട് Q ഈക്വൽ ടു Q0 ഇൻറ്റു 1 മൈനസ് കെ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ആയിരുന്നില്ലേ? പ്ലസ് ആൽഫ. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ അൺനോണൊന്നുമല്ല ശരിക്കും. കെയും ബിയും ഒക്കെ നമുക്ക് നോണാണ്. കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കെ ഇസ് ഈക്വൽ ടു R/2 എന്നാണ് എനിക്ക് തോന്നുന്നത്. കെ ഇസ് ഈക്വൽ ടു R/2L. പിന്നെന്തായിരുന്നു നമുക്ക്? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, കെ ആയിരുന്നു R/2L. ബി എന്നുവെച്ചാൽ നമ്മൾ 2B ഇസ് ഈക്വൽ ടു R/L എഴുതി. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു R/2L. പിന്നെ നമുക്ക് വരുന്നത് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/LC. കെ ഇസ് ഈക്വൽ ടു 1/√LC. അപ്പോൾ കെയും ബിയും എന്താ നമുക്കിപ്പോൾ കിട്ടി. ഇനി അതിനകത്ത് നിന്ന് Q ഇസ് ഈക്വൽ ടു Q0 ഇൻറ്റു 1 മൈനസ് കെ 1/√LC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇപ്പോൾ എല്ലാ കേക്കും ബിക്കും ഒക്കെ നമ്മളത് കൊടുക്കുകയാണ്. √LC ഇ റേസ് ടു മൈനസ് ബി ഇസ് ഈക്വൽ ടു R/2L ഇൻറ്റു ടി ബൈ ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ നേരത്തെ എഴുതിയത്? റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ല എഴുതിയത്. റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/LC മൈനസ് ബി സ്ക്വയർ ആയിരുന്നില്ലേ? അപ്പോൾ ബി സ്ക്വയർ എന്ന് വരുമ്പോൾ R²/4L² വരും. അത് കഴിഞ്ഞിട്ട് ഇൻറ്റു സൈൻ ഓഫ് പിന്നെ ഒമേഗയ്ക്ക് നമുക്ക് ആ നേരത്തെ ടേം കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല. നമ്മുടെ ഫൈനൽ ഇക്വേഷനകത്ത് അതും കൂടി വരും. സൈൻ ഒമേഗയ്ക്ക് പകരം പിന്നെയും 1 - LC റൂട്ട് ഓഫ് അത് വരും ഇൻറ്റു ടേം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
ഇക്വേഷൻ ഫോർ ചാർജിങ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്താ മനസ്സിലാകുന്നത്? ഈ ചാർജിങ് എന്ന് പറയുന്നത് ഒരു സൈൻ ടേം ഉണ്ട്. സൈൻ വേവ് ഇങ്ങനെയല്ല സൈൻ വേവ്. പക്ഷേ സൈൻ ടേം ഇങ്ങനെ ഒരു ഡാംഡ് സൈൻ വേവാണ് വരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം, ഇതിൻ്റെ കർവ് മാത്രം വരക്കുവാണെങ്കിൽ ഇതേ ചാർജ് ഫസ്റ്റ് Q0 എന്ന് പറയും. നമ്മൾ നേരത്തെ പോലെ 3 കേസസ് വരച്ചില്ലായിരുന്നു. ആ 3 കേസസ് പറയാം. ഒന്നാമത്തത് B² - K² എന്ന് പറയുന്നത് റിയൽ വരുന്നത്, √(B² - K² റിയൽ വരുന്നത് എസിംപ്റ്റോട്ടിക്കലി ചാർജ് ഈ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. വെച്ചാൽ അത് ഇൻഫിനിറ്റ് ടൈം എടുക്കുമ്പോഴേ മാക്സിമം എന്ന് പറഞ്ഞ വാല്യൂലെത്തുള്ളൂ. അതിന് നമ്മൾ എന്ത് വിളിച്ചു? ഓവർ ഡാംഡ് എന്ന് പറഞ്ഞു. ഓവർ ഡാംഡ്. അടുത്തത് ഓവർ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇറ്റ് വിൽ ഗെറ്റ് ചാർജ് ടു Q0. അതിന് നമ്മൾ എന്ത് പറഞ്ഞു? ക്രിട്ടിക്കലി ഡാംഡ്. മൂന്നാമത്തതായിരുന്നു ഈ പറയുന്ന ഇമാജിനറി വന്നത്. ഇത് Q0 ആണ്. അത് ഒരു സൈനാണ്, ഇവിടെ ഒരു ഹാർമോണിക്കാണത്. ശരിക്കും അതിങ്ങനെ മാക്സിമം Q ഇങ്ങനെ ചാർജ് ചെയ്യും, ഇങ്ങനെ പറയും, ഇങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഇതിന് നമ്മൾ പറഞ്ഞ ഡാംഡ് ഓസിലേറ്ററി ആണ് ഈ കണ്ടീഷൻ. എന്നുവെച്ചാൽ മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? അത് ഇമാജിനറി ആവുന്ന കേസ്. അപ്പോൾ ഇത് ചാർജ് ചെയ്യും, Q0യേക്കാളും കൂടുതൽ ചാർജ് ചെയ്യും, പിന്നെ അത് ഡിസ്ചാർജ് ചെയ്യും. ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. ഇങ്ങനെ ഒരു ചാർജിങ് ഡിസ്ചാർജിങ് ബിഹേവിയർ ആയിരിക്കും ആ LCR സർക്യൂട്ട് കാണിക്കുക. നമ്മൾ എന്ത് കണ്ടീഷൻ എടുക്കുകയാണെങ്കിലും വെച്ചാൽ ആറിൻ്റെയും എല്ലിൻ്റെയും പിന്നെ മൂന്നാമത്തെ സിയുടെയും വാല്യൂം അഡ്ജസ്റ്റ് ചെയ്ത് സോ ദാറ്റ് K² - B² എന്നുവെച്ചാൽ തിരിച്ച് B² അത് പോസിറ്റീവ് ആയിരിക്കണം. B² - K² എന്ന് പറയുന്നത് ഒരു ഇമാജിനറി കിട്ടുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓസിലേറ്ററി ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ നമ്മൾ ട്യൂണിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ആ രീതിയിലായിരിക്കും ഇത് വരിക. അപ്പോൾ ഇത്രയാവുമ്പോഴേ നമ്മുടെ ആ ഐസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ കേട്ടോ.